ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എജു ബോർഡ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫി സാർ വന്നിരിക്കുന്നു. ക്യാരക്ടർ സ്കെച്ചിനും ഫോർമാറ്റോ സാറേ? അതേടാ, ക്യാരക്ടർ സ്കെച്ചിനും ഫോർമാറ്റ് ഇട്ടോ പുതിയൊരു ടൈപ്പ് ആട്ടോ. ശ്രദ്ധിച്ച് കേട്ടോളൂ. അതിൽ നമ്മൾ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തണം? ഡിസ്ക്രൈബ് ദ റോൾ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ദി ക്യാരക്ടർ. ആ ക്യാരക്ടറിൻ്റെ റോൾ എഴുതി കൊടുക്കണം. എന്താണ് അതിലെ പങ്ക് അല്ലേ? ഡിസ്ക്രൈബ് ദ ക്യാരക്ടേഴ്സ് ഫിസിക് ആൻഡ് അപ്പിയറൻസ്. ലുക്കിൽ എങ്ങനെയുണ്ട് അല്ലേ, എങ്ങനെ കാണാൻ എങ്ങനെയുള്ളത്, അത് എഴുതി കൊടുക്കണം. ഡിസ്ക്രൈബ് ദ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ലൈക്ക് മാനേഴ്സ്. അയാളുടെ സ്വഭാവം എഴുതണം അല്ലേ. ഹോണസ്റ്റ് ആണെങ്കിൽ ഹോണസ്റ്റ്, അല്ലെങ്കിൽ ചീത്ത ആണെങ്കിലോ പറ ചീത്ത, അങ്ങനെ എഴുതേണ്ടി വരും. ഗുഡ് ലുക്കിംഗ് ആണെങ്കിൽ ഇവിടെ നമ്മൾ ലുക്കിംഗ് അല്ലേ, ഗുഡ് ലുക്കാണെന്ന് എഴുതി കൊടുക്കേണ്ടി വരും. ബിഹേവിയർ എഴുതി കൊടുക്കേണ്ടി വരും അല്ലേ. നോക്കൂ നിങ്ങൾ, ക്യാരക്ടേഴ്സ് റിലേഷൻഷിപ്പ് വിത്ത് അതർ ക്യാരക്ടേഴ്സ്. ഒരാളുടെ അമ്മയാണെന്നോ, അല്ലെങ്കിൽ ഇന്നാളുടെ മകളാണെന്നോ, അല്ലെങ്കിൽ ഇന്നാളുടെ ഭാര്യയാണെന്നോ, എല്ലാവരുടെ ഹസ്ബൻഡ് ആണെന്നോ, അതിൻ്റെ റിലേഷൻഷിപ്പൊക്കെ എന്ത് ചെയ്യുക, എഴുതി കൊടുക്കുക. നോക്കൂ നിങ്ങൾ, ക്യാരക്ടർ സ്കെച്ച് ചെയ്തേണ്ട കാര്യം കേട്ടോ. ഒരാളുടെ പേര് ഇപ്പം ഞാനൊരു എക്സാമ്പിൾ ചെയ്ത കേട്ടോ. ഒരു ക്യാരക്ടർ പറയുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് എവർ, ഇപ്പോൾ +2 സ്റ്റുഡൻസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നൊമിത എന്ന് പറയുന്ന പെണ്ണില്ലേ, നൊമിത എന്ന് പറയുന്ന പെണ്ണെടുത്തോളൂ കേട്ടോ. നൊമിത ഈസ് വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടേഴ്സ്. ആ ചാപ്റ്ററിൻ്റെ പേരുണ്ടാവില്ലേ, ഏതാണ് പറയുക? മാച്ച് ബോക്സ് എന്ന് പറയുന്നല്ലേ. മാച്ച് ബോക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ആരെ എഴുതിയാണ് പറ? ബൈ ആശാപൂർണ ദേവി എഴുതിയതാണ് അല്ലേ. ഇതിവിടെ ആളുടെ ഈ ചാപ്റ്ററിൻ്റെ പേര് എഴുതി കൊടുക്കുക. ബൈ ദ ഫേമസ് റൈറ്റർ. ആളുടെ പേര് ഏതാണ് പറ? ആശാപൂർണ ദേവിയാണ് അല്ലേ. ആശാപൂർണ ദേവി എന്ന് പറയുന്ന ആ പേര് അവിടെ എഴുതി കൊടുക്കുക. എന്നിട്ടോ ഇവിടെ ഈ നൊമിതന്റെ ഹി അല്ലല്ലോ, ഷീ അല്ലേ അവല്ലേ. അപ്പൊ ഷീ കംസ് ഫ്രം എവിടുന്നാണ് വരുന്നത് പറ? ഒരു പുവർ ഫാമിലിന്നാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ ആ +2 പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാൻ പറ്റൂലേ. ഒരു പുവർ ഫാമിലി എന്നാണ്. ഇനി നോക്കിക്കോളൂ, ഷീ ഹാസ്, അവൾക്കുണ്ട്. അവൾക്ക് എന്താ ഉള്ളത് പറ? അവൾക്ക് ഷീ ഹാസ് ഗുഡ് ലുക്ക്, നല്ല ഭംഗിയുണ്ട്. അല്ലെങ്കിൽ ഷീ ഹാസ് എ ഹസ്ബൻഡ് കോൾഡ് അജിത്ത് എന്ന് പറയുന്നുണ്ടല്ലേ. ഹി ലുക്സ് ലൈക്ക്, അല്ലെങ്കിൽ ഷീ ലുക്സ് ലൈക്ക് വെരി ബ്യൂട്ടിഫുൾ. അവളെ കാണാൻ എങ്ങനെയെന്ന് പറ? വളരെ ഭംഗിയുണ്ട്. ഇനി നോക്കിക്കോളൂ, ഹി ഹാസ്, ഷീ ഹാസ്, അവൾക്കുണ്ട് എന്താണ് പറ? വിഡോവ്ഡ് മദർ. അവൾക്ക് എന്തുണ്ട്? ഒരു വിധവയായിട്ടുള്ള മദർ ഉണ്ട്, അമ്മ ഉണ്ട് എന്ന് പറഞ്ഞൂടെ ഒക്കെ പറയാൻ പറ്റൂട്ടോ. അടുത്തത് ഹെർ പേഴ്സണാലിറ്റി. അവിടെ പെണ്ണായതുകൊണ്ട് കേട്ടോ, ഇവിടെ ഷീ എന്നുള്ളതൊക്കെ എന്താക്കി മാറ്റി പറ? ഷീ എന്നാക്കി മാറ്റിയില്ലേ. ഹീ എന്നുള്ള ഷീന്നാക്കി അല്ലേ. ഹിസ് എന്ന് പറയുന്നത് എന്താക്കി മാറുക? ഹെർ പേഴ്സണാലിറ്റി ഈസ്. ആളുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണ് പറയുക? ഹിസ് പേഴ്സണാലിറ്റി ഈസ് വെരി നൈസ് എന്നോ എന്ത് എഴുതി കൊടുക്കാൻ പറ്റും അല്ലേ? എഴുതി കൊടുക്കാൻ പറ്റും. ഹിസ് സ്ട്രെങ്ത് എന്നുള്ളത് ഞാൻ പെണ്ണായതുകൊണ്ട് എന്താക്കണം പറ? ഹെർ സ്ട്രെങ്ത്. ആൻഡ് വീക്ക്നെസ് ആർ. അവളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ് എന്താണ് പറ? ഒരാളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ് എന്താണ്? അവളുടെ ബിഹേവിയർ ആണ് അല്ലേ, അവളുടെ പെരുമാറ്റാണ് അവളുടെ എന്ത് സ്ട്രെങ്ത്തും, അവളുടെ വീക്ക്നെസ് ഒക്കെ എന്താണ്? അവളുടെ പെരുമാറ്റാണെന്ന് പറയാൻ പറ്റും അല്ലേ. പറഞ്ഞു കൊടുത്തോളൂ. ഹി ഹാസ് ബീൻ നെറേറ്റഡ് ഇൻ ദിസ് സ്റ്റോറി. ഈ കഥയിൽ അവളുടെ അല്ലേ, ഇപ്പൊ ഹീ എന്നുള്ളത് ഞാൻ എന്തൊക്കെ പറ? ഷീ ആക്കി. അവൾ എങ്ങനെയാണ് നെറേറ്റ് ചെയ്തിട്ടുള്ളത്? ദ സെൻട്രൽ ക്യാരക്ടർ അല്ലേ. എങ്ങനെയാണ് പറ? ആസ് ദി സെൻട്രൽ ക്യാരക്ടർ. പ്രധാന കഥാപാത്രമായിട്ടാണ്, സെൻട്രൽ ക്യാരക്ടറായിട്ടാണ്. അടുത്തത്, ഷീ ഈസ് എ പേഴ്സൺ ഹാവിങ് ഡ്രീംസ്. ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരാളാണ് ആര്? നൊമിത എന്ന് പറയുന്നത് കേട്ടോ. പെണ്ണാണെങ്കിലൊക്കെ ഷീ ആക്കി കൊടുക്കുക, ആണാണെങ്കിൽ എന്താക്കി കൊടുക്കണം പറ? ഹീ ആക്കി കൊടുക്കണം. അത്രയല്ലേ ഉള്ളൂ. ഹിസ് ഫാമിലി അല്ലേ, അത് പെണ്ണായതുകൊണ്ട് എങ്ങനെ ഇതും പറ? ഹെർ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഈസ് എന്താണ്? പുവർ ആണെന്നോ, അല്ലെങ്കിൽ എന്താണ് പറ? റിച്ച് ആണ് ആഫ്റ്റർ മാരേജ് എന്ന് എഴുതി കൊടുക്കാൻ പറ്റൂലേ. ഹിസ് വേർഡ്സ് ആർ ഫേമസ്. അവളുടെ വേർഡ്സ് ഒക്കെ എന്താണ് പറ? ഫേമസ് ആണ്. ആ ചാപ്റ്റർ പറഞ്ഞ എല്ലാ വേർഡ്സും ഫേമസ് ആണ്. അടുത്തത്, her role makes a great impact on readers' mind. The author portrayed the character in a beautiful manner എന്ന് എഴുതി കൊടുത്താൽ എൻ്റെ മക്കളെ നിങ്ങൾ ആലോചിച്ച് നോക്കിട്ടാ, ഏത് ക്യാരക്ടർ ആണെങ്കിലും നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ക്യാരക്ടർ സ്കെച്ചിനും ഫോർമാറ്റോ ഓഫ് കോഴ്സ് അതുണ്ട് കേട്ടോ. പഠിക്കുക, സെറ്റ് അല്ലേ. സോ ദിസ് ഇസ് മീ യുവർ ഷാഫി സാർ സൈനിങ് ഓഫ്. താങ്ക് യു വെരി മച്ച്. ബൈ.